ഇത് നമ്മുടെ പാട്ടുമാഷല്ലേ? എന്തിനിവിടെ വന്നു? ഞാൻ സുൽത്താൻ ബഹദൂറിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ അങ്ങയെക്കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ വന്നതാണ്. എവിടെ എവിടെ? ഹായ് സമർത്ഥൻ. നെഞ്ചകം കൂളുർക്കെ ഞങ്ങൾ നെഞ്ചകം കൂളുർക്കെ ഞങ്ങൾ പഞ്ചവടി വാസികള പിഞ്ചു പൈതങ്ങൾ ചേർന്നു വാഴ്ത്തിയിടുന്നങ്ങേ. അങ്ങയുടെ രൂപം കണ്ടു ഞങ്ങളൊക്കെ മോഹിക്കട്ടെ, പൊങ്ങി പൊങ്ങി ഉയരട്ടെ സുൽത്താൻ ബഹദൂർ. വെൺമണിയുടെ നിമിഷ കവിത പോലെ ഭേഷായിട്ടുണ്ട്. സന്തോഷം. മാസ്റ്റർക്ക് എന്ത് വേണം? അങ്ങയുടെ കാരുണ്യവും സന്തോഷവും. റിസപ്ഷന് സമയമായി, എന്നാ പുറപ്പെടാം. മാഷ കാര്യം ചെയ്യും, മീറ്റിംഗ് കഴിഞ്ഞിട്ട് സുൽത്താൻ ബഹദൂർ അദ്ദേഹത്തെ വന്ന് കണ്ടോളൂ. വന്ദനം. ഈ പെട്ടിയൊക്കെ ആ കൂട്ടത്തിൽ എന്തിനാ കൊണ്ടുപോകുന്നത്? പെട്ടി മുറിക്കകത്ത് വെച്ച് കൂട്ടുക നല്ലത്. ശരി. ഗൂർഖൻ എല്ലാം ഭദ്രമായി നോക്കണം. കോടീശ്വരനും പഞ്ചവടിയുടെ പ്രമുഖ രക്ഷാധികാരിയുമായ സുൽത്താൻ ബഹദൂർ അവർകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സ്വീകരണത്തിന് നന്ദി. പഞ്ചവടിയുടെ പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപ ഞാൻ സംഭാവന ചെയ്യുന്നു. ഈ പഞ്ചവടിയില് ഇതിനുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. എന്റെ സകലവിധ റെക്കോർഡും പോയി. അവിടത്തെക്കാൾ കൂടുതൽ വിഷമം ഞങ്ങൾക്കാണ്. നിങ്ങളല്ലേ പറയുന്നത് പെട്ടി ഇവിടെ സൂക്ഷിച്ചാൽ മതിയെന്ന്? മോഷണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലും പോണം. എന്തൊരു അപമാനം! ഇത് ആലോചിക്കുമ്പോ ഒരു എളുപ്പിനത ഇല്ലാതില്ല. ഏതായാലും സുൽത്താൻ ബഹദൂർ ശാന്തമായിരിക്കണം. എന്ത് ശാന്തം? ഉടനെ യാത്രയാണ്. നവാബ് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി കായിക ഉപദേശം കേൾക്കണ്ട. ഇരുമേനി കാർ കൊണ്ടുവിടാൻ പറയും. നവാബ് ഇങ്ങനെ ക്ഷോഭിച്ചു പോകുന്നത് ഞങ്ങൾക്ക് അവമാനമാണ്. അയ്യോ, എടോ അപ്പുണ്ണി, സത്യം പറ, നവാബിന്റെ പെട്ടിയും പണവും എവിടെ? ദൈവം സാക്ഷിയായി ഞാൻ സത്യം ചെയ്യുന്നു. മനസ്സാ വാച എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ നവാബിന്റെ സ്വീകരണത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? എന്നെ ആരും ക്ഷണിച്ചില്ല. ഗജ കശ്മലൻ, നവാബിന്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ താൻ പാർട്ടിക്ക് വരാറുന്നത്? കുറ്റം ആര് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം. ഞാൻ പോലീസിന് ഫോൺ ചെയ്തു, അവർ വന്ന് തെളിയിച്ചോളൂ. എന്റെ പൊന്ന് സാറേ, എന്നെ കള്ളനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഇയാളുടെ റൂം മുഴുവൻ ഒന്ന് പരിശോധിക്കണം. ഞാൻ തന്നെ ഒന്ന് പരിശോധിച്ചോളാം. എടുക്കുക തന്നെ മുറിയുടെ താക്കോൽ. എടുക്കൂ. നമ്മുടെ സ്ഥാപനത്തിന് തന്നെ വലിയ അവമാനം. 5 ലക്ഷം രൂപ സംഭാവനയായി തന്ന ആളിന്റെ പണമാണ് ഇവിടെ വെച്ച് മോഷണം പോയത്. ആ പെട്ടി തിരിച്ചു തരൂ, തനിക്ക് ആവശ്യമുള്ള പണം തരാം. അയ്യോ സാറേ, ഞാൻ കയ്യിൽ കർപ്പൂരം കൊളുത്തി വെച്ച് സത്യം പറയാം. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഇയാളാണ് നവാബിന്റെ പണം മോഷ്ടിച്ചത്. ആര്? ഈ പാട്ടുവാദ്യാരോ? അയ്യോ, ഞാൻ അങ്ങനെയുള്ള അന്ന് പറഞ്ഞതാ ഇതിനെ ഒന്ന് പെരുമാറണമെന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ ഉണ്ടോ ഒരു മോഷണം? രൂപ 1, 2 അല്ല, ലക്ഷക്കണക്കിനാ.
ഇവരൊക്കെ മര്യാദക്കാര് നല്ലവരാ. കുറച്ചെങ്കിലും സൗകര്യമായിട്ടങ്ങ് മടക്കി കൊടുത്തേക്കുക. ഏമാനെപ്പോ ഒരു ശുദ്ധാത്മാവ് വെട്ടുന്ന പോത്തിനോട് വേഗം ഓടാറുണ്ട്. ഇവര് വാനോട്ട് കയറ്റി പേടിപ്പിക്കില്ലേ മത്തായി? പേടിപ്പിച്ചാലേ സത്യം പറയാൻ മറന്നുപോകും. പേടിപ്പിക്കരുത്. ഇവൻ പഠിച്ച കള്ളനാണ്. ലോക്കപ്പിൽ കയറിയാലേ സത്യം പറയും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറ്റുന്നത്. ഞാൻ പാവമാണ്, എനിക്ക് ആരുമില്ല. അയ്യോ എന്നെ രക്ഷിക്കണേ സാറേ, സാറേ എന്റെ കൊച്ചുമ്മ എന്നെ രക്ഷിക്കണേ. കൊച്ചുമ്മ കഴിക്കരുത്. അവനും ഒരു ശ്രുതിപ്പെട്ടി സത്യം പറഞ്ഞു. ഇന്ത്യയില് നിന്റെ ഓരോ നൂലെടുത്ത് ഞാൻ ശ്രുതിപ്പെട്ടി ഉണ്ടാക്കി. എന്റെ പൊന്നേമാനന്മാരെ, ഞാൻ പാവപ്പെട്ടവരാണ്, ആരോരുമില്ലാത്തവരാണ്. എന്റെ ജീവിതത്തിൽ ഒരു കാശ് പോലും ഞാൻ മോട്ടിച്ചിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഇതെന്തൊരു അന്യായം! മത്തായി, സാധുക്കളെ ഇങ്ങനെ ഹിംസിക്കരുത്. തനിക്ക് നരകത്തിൽ പോലെ സ്ഥാനം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ അവിടെ അടങ്ങിയിരുന്നാട്ടെ. 5 മിനിറ്റ് നേരം ഇവനെ എന്റെ കയ്യിലോട്ട് തരാമോ? ഇവന്റെ അപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചോളാം. എന്നാ സൗകര്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകുള്ളൂ. എനിക്കൊന്നും കാണണ്ട. നീ ചുരുങ്ങിട്ടോ നിന്നെ ഞാൻ ഇടിക്കും. ഈ ലോകത്തിന് ഒരു മേൽക്കതി ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും കൊള്ള, കൊല, കൊലപാതകം, കഴുത്ത് വെട്ടല്. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് സൗകര്യമായിട്ട് ഒരു അവതാരം കൂടെ ഒന്ന് എടുത്തുകൂടെ? സത്യം പറയണ. രൂപ എവിടാ? സുൽത്താൻ ബഹദൂറിന്റെ പെട്ടി എവിടാ? സത്യം പറ. 5 ലക്ഷം എവിടെ? അങ്ങനെ അടിവാടി അങ്ങനെ അവന്റെ ചുരുതി പോയി. എന്താണ് താനീ പറയണേ? ഒന്നും നോക്കിയാട്ടെ.